ബിനീഷ് കോടിയേരിക്ക് അവസാനം പാർട്ടി മെമ്പർഷിപ്പ് നൽകി. കഴിഞ്ഞ ദിവസത്തെ പ്രകടനം കൊണ്ടായിരിക്കും പിണറായി നേരിട്ട് പറഞ്ഞിട്ടാണ് മെമ്പർഷിപ്പ് കൊടുത്തതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച കൂടെ, അതായത് 4-5 ദിവസം മുമ്പ് കൂടെ എനിക്ക് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിലപിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു. ജില്ലാ കമ്മിറ്റിയിൽ വരെ ചർച്ചയായി അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. കാരണം എന്തുമാവട്ടെ, അദ്ദേഹം ഒരു വലിയ സഖാവിൻ്റെ മകനാണ്. അദ്ദേഹത്തിനെതിരെ ധാരാളം പ്രശ്നങ്ങളും കാര്യങ്ങളും കേസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പിണറായി സഖാവിനെയും മകളെയും രക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ജീവൻ മരണസമയം അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ആണ് പ്രതിഫലമായിട്ട് പിണറായി നേരിട്ട് വിളിച്ചാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യമുണ്ട് കേട്ടോ, എത്ര പേരാണ് ഇന്നലെ മിനിഞ്ഞാന്ന് തെരുവിലിറങ്ങിയത്? എന്താ കാരണം? ഇതെന്തെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണോ? ഈ കോടിയേരി ബാലകൃഷ്ണൻ 2 മക്കൾക്കെതിരെയും കേസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കോടതി തീരുമാനിക്കട്ടെ, പാർട്ടി കോടതിയിൽ അതിന് തീർപ്പ് വേണ്ടെന്ന് നല്ല നിശ്ചയത്തോടെ പറഞ്ഞ ഒരു നേതാവാണ് കോടിയേരി, അല്ലേ? ഈ പിണറായിക്ക് എന്തിനാണ് ഇത്ര പേടി? സ്വന്തം മകള് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കോടതി സമക്ഷം തെളിയിക്കപ്പെടും. ഇപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം നമുക്കറിയാം. കോടതി പറഞ്ഞില്ലേ ഇതിൽ യാതൊരു കാര്യവുമില്ല, അതിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള സാഹചര്യം അതിലിപ്പോൾ അപ്പീൽ പോയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ കോടതി പരിഗണിക്കുന്നുമുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് അത് കുരുക്കാവുകയും ചെയ്യും. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു നമ്മൾക്കൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും. പിണറായി ഇരട്ടച്ചങ്കനായിരിക്കാം, പക്ഷെ തുറന്നു നോക്കിയ ഒരു ചങ്ക് തന്നെ കാണുള്ളൂ. ഇവർ പറയുന്ന പോലെ ഒരു മനുഷ്യന് ഇരട്ടച്ചങ്കും 4 കിഡ്നി ഒന്നുമില്ല. എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ ഒരു കാരണഭൂതൻ എന്നും പറഞ്ഞ് അങ്ങ് ഇല്ലാത്ത ഒരു വലിയ ചക്രവർത്തി ലെവലിലേക്കൊക്കെ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഒരു താരാരാധനയോ വിഗ്രഹാരാധനയോ ഒന്നുമില്ലാത്തതാണ്. പക്ഷെ ആ ലെവലിൽ കൊണ്ടുവന്നു. മകൾ ചെയ്തൊരു കുറ്റത്തെ മറയ്ക്കുവാൻ വേണ്ടി ഇത്രയധികം പേരെ തെരുവിലിറക്കിയത് ഒട്ടും നല്ല നടപടിയല്ല. ജനങ്ങൾ ആരും തന്നെ അവരുടെ കൂടെയില്ല. ഇന്നലെ ഏറ്റവും ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വരുന്നത് IP ബിനു എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറൊക്കെ ആയിരുന്നൊരു വ്യക്തിയാണ്. അറിയാമല്ലേ? അറിയാമോ? തിരുവനന്തപുരത്തുകാരനല്ലേ? അല്ല, ഒരുമിച്ച് പഠിക്കുകയോ ഒരുപാട് സീനിയറാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്, ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജനങ്ങളുമായിട്ടൊന്ന് സംവദിക്കാം കേട്ടോ. അതിൽ സത്യം എന്താണ് നമ്മളുടെ മനസ്സെന്ന് നമുക്കൊന്ന് ജനങ്ങളുമായിട്ട് സംവദിക്കാം. ഒന്ന് വായിക്കട്ടെ. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു എന്നാരോപിച്ചുള്ള കേസിലാണ് ഞാൻ പോലീസിന് മുന്നിൽ എത്തുന്നത്. പിടിച്ചതല്ല, പിടികൊടുക്കുന്നതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എൻ്റെ നിലപാടും ശരിയും. അപ്പോൾ അതായത് ഈ ചീമുട്ട എറിയുക എന്നുള്ള ഉത്തരവാദിത്യം പാർട്ടി അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ്, അദ്ദേഹം സ്വമനസാല ചെയ്തതല്ല. അപ്പോൾ കൂട്ടുപ്രതി പാർട്ടിയിലെ സമുന്നതരായ നേതാക്കന്മാരാണ്. അത് നമുക്ക് ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇതിനിടയിൽ, അതായത് പാർട്ടി ചെയ്യുക എന്നതാണ് എൻ്റെ നിലപാടും ശരിയും, അതിനിടയിൽ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സഖാവ് പിണറായി വിജയനെയും കുടുംബത്തെയും ബന്ദിയാക്കി നടത്തിയ നാടകം, അതിനിടയിൽ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സഖാവ് പിണറായി വിജയനെയും കുടുംബത്തെയും ബന്ദിയാക്കി ED നടത്തിയ നാടക റൈഡ് അങ്ങേയറ്റം വിമർശനാത്മകവും അപഹാസ്യവുമാണ്. ആരാരെ ബന്ദിയാക്കി? ഒരു വീട്ടിൽ ഒരു റെയ്ഡ് നടക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തു പോകാൻ പറ്റില്ല, അവരുടെ മൊബൈലുകളൊക്കെ സറണ്ടർ ചെയ്യണം. അത് പിണറായി വിജയനിൽ ആരാണെങ്കിലും അങ്ങനെയാണ്. ഇവർക്ക് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ലല്ലോ, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം മാത്രമല്ലേ ഉള്ളൂ. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അനുവദിക്കാതെ ഇത് എന്ത് റെയ്ഡാണ്? റൈഡെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സവാരി എന്നുള്ള അർത്ഥത്തിലും വരും. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല എന്ന് ഇദ്ദേഹത്തിനോട് ആര് പറഞ്ഞു? ബിനു അണ്ണനോട് ആര് പറഞ്ഞു? വെറുതെ എന്തെങ്കിലും എഴുതിയോടെ എല്ലാവർക്കും ആവശ്യത്തിന് ആഹാരവും കഴിക്കുക, വെള്ളവും കുടിക്കുക, വീടിന് പുറത്തേക്ക് പോകാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഇതിലും മനസ്സിലാക്കുന്നുള്ളൂ. ED VD ഡീൽ ഒക്കെ സാധാരണ മനുഷ്യന് നന്നായി അറിയും. എന്താണ് ഈ പറയണത്? ഒരാൾ വന്ന് മനസ്സിൽ കിടക്കുന്നതാണ് ഈ DD ഒപ്പിച്ച് പറയുന്നതല്ലേ? സുപ്രീം കോടതി വരെ തള്ളിയ കേസുകൾ എന്തോന്ന് റൈഡാണ്.
ഇങ്ങേർക്ക് റെയ്ഡെന്ന് എഴുതാൻ പോലും അറിഞ്ഞൂടാ, റൈഡ് എന്നാണ് എല്ലാം എഴുതുന്നത്. ഇമാതിരിയുള്ള പ്രഹസന പരമ്പര സർക്കാർ ഏജൻസികൾ തുടർന്നാൽ ആഹ്വാനം ഇല്ലാതെ തന്നെ കേരളം തെരുവിലിറങ്ങും. അപ്പോൾ എന്താണ്? ആഹ്വാനം ചെയ്തിട്ടാണ് ജനം പുറത്തിറങ്ങിയത്, സ്വമനസ്സാലെ ഇറങ്ങിയതല്ല. പ്രിയ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ED റെയ്ഡ് തുടങ്ങി എത്ര നേരം കഴിഞ്ഞിട്ടാണ് പിണറായിയുടെ കണ്ണൂരുള്ള വസതിക്ക് മുമ്പിൽ ജനങ്ങൾ കൂടിയത്. അതായത് ആഹ്വാനം നടത്തി കാറും ജീപ്പും ബൈക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടാണ് ജനങ്ങൾ എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ശൈലജ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കണ്ടു, രാകേഷ് ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യായപീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അത് തെളിയിക്കുക, കുറ്റവിമുക്തരാക്കുക. അല്ലാണ്ട് ജനങ്ങളെ തെരുവിലിറക്കുക. അപ്പോഴും വീണ തെരുവിലിറങ്ങിയിട്ടില്ല കേട്ടോ. ഈ നേതാക്കന്മാരുടെ മക്കൾക്ക് ആർക്കും വെയിലിൻ്റെ ചൂടും ടാറ് കൊള്ളുമ്പോൾ പൊള്ളുന്ന കാലൊന്നും ഇവർ അനുഭവിച്ചിട്ടില്ല. SFIയുടെ കുട്ടികൾ കാണിക്കുന്ന പരാക്രമം കാണണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതില്ല. അത് നമുക്കൊരു വേറൊരു സബ്ജക്റ്റായിട്ട് തന്നെ എടുക്കണം, നേതാക്കന്മാരുടെ മക്കൾ എവിടെ എന്നുള്ള കാര്യത്തിൽ കേട്ടോ. എന്താണ് ഇമാതിരിയുള്ള പ്രഹസന പരമ്പരകൾ സർക്കാർ ഏജൻസികൾ തുടർന്നാൽ ആഹ്വാനമില്ലാതെ തന്നെ കേരളം തെരുവിലിറങ്ങും. കേരളം ഒന്നും ഇറങ്ങാൻ പോകുന്നില്ല. 5ഓ 10ഓ ബിനുവിനെ പോലെയുള്ള CPMൻ്റെ എന്താ പറയുന്നത്, അങ്ങനെ പറയാൻ പാടില്ല, എച്ചിൽ നക്കിപ്പട്ടിയുടെ അത് പറയുന്നില്ല കേട്ടോ. അതൊരു പതുക്കെ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യം? നിങ്ങളുടെ വീട്ടിലും ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി കളയാനുള്ളതല്ല നിങ്ങളുടെ യുവത്വമോ നിങ്ങളുടെ എന്താ പറയുന്ന മാനസിക ആരോഗ്യമോ ശാരീരിക ആരോഗ്യമോ ഒന്നും തന്നെ. ഇനി എത്ര നാൾ ജയിലിൽ കിടന്നറിയോ? കളി കളിച്ചിരിക്കുന്നത് സെൻട്രൽ ഏജൻസിയോടാണ്. ഇത് ബംഗാളല്ല, കേരളമാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. ബംഗാളല്ല, കേരളമാണ്. അടിച്ച ആൾ ഇതുവരെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളാണ് എൻ്റെ ജീവനും കരുത്തും. ഞാൻ പോയിട്ട് വരാം. വിപ്ലവ അഭിവാദ്യങ്ങൾ IP ബിനു. എൻ്റെ പ്രിയ, എന്തെന്നാണിത്? ഇതിലെന്താ വിപ്ലവം? അവരവരുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് ജീവിച്ചു. അവര് ഈ പിണറായി വിജയന്റെ മോള് ഒരു അഴിമതി കാണിച്ച് കുറെ പൈസ കൊണ്ടുപോയി എന്നുള്ള സംശയത്തിന്റെ പേരിൽ കേസ് വരുന്നു. കോടതിയുടെ അനുമതിയോടുകൂടി കേസ് അന്വേഷിക്കുന്ന ഏജൻസി വരുന്നു. ഈ പൈസ എവിടെ മോളെ കൊണ്ടുപോയത്, എന്തിനാ കിട്ടിയത്, എവിടെ കൊണ്ട് ചെലവഴിച്ചു എന്നുള്ള ചോദിക്കുന്നു. മര്യാദയ്ക്ക് മറുപടി പറഞ്ഞാൽ കേസ് പറയാൻ പറ്റുന്നില്ല. അവര് പറയുന്നത് ഇതിന്റെ എല്ലാ സംഭാഷണങ്ങൾ, അതായത് ഒഫീഷ്യൽ ഡയലോഗ് മുഴുവൻ നടന്നിരിക്കുന്നത് കരിമണ്ണിൽ കർത്തയുടെ വീട്ടിലുള്ള ഓഫീസ് മുറിയിലാണെന്ന്. അതായത് അവിടെ പോണ വഴിക്ക് കയറി ഒരു ചായ കുടിച്ചു, അപ്പോൾ അതിന് ക്യാമറയും കാര്യങ്ങളൊന്നും അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഒരു ഡീല് സൈൻ ചെയ്ത ഒരാളുടെ വീട്ടിൽ പോയിരുന്നാണോ? അതും ഇത്ര വലിയ തുകയുടെ. കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒന്നും കൊടുത്തിട്ടില്ല. ഇതിനേക്കാട്ടിലും എത്രയോ വലിയ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന നല്ല കമ്പനികളുടെ സോഫ്റ്റ്വെയറിന് പോലും ഇത്രയധികം വിലയില്ല. ഇത് പിണറായി സഖാവിനുള്ള ഒരു ഉപകാര സ്മരണ എന്നേ പറയുള്ളൂ. അതെന്ത് ചെയ്ത് കൊടുത്തിട്ട് എന്ത് അനധികൃത ഇടപാടിന് എന്നുള്ളതാണ് വെളിയിൽ വരുന്നത്. അതൊക്കെ നമ്മൾ ബീറ്റൺ ട്രാക്കാണ്, എല്ലാവരും പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് IP ബിനുവിനെ പോലുള്ള പാവപ്പെട്ട ചെറുപ്പക്കാർ ഇന്നലെ റോഡിലിറങ്ങി നടത്തിയ അത്യുജ്വലമായ സമരമുഖത്തിൻ്റെ ആവേശത്തിനെ കുറിച്ചാണ്. ഇവർ ചെയ്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയിലിരിക്കുന്ന ഡ്രൈവർ, അദ്ദേഹം ഒരു കോൾ ടാക്സി ഡ്രൈവറാണ്. പക്ഷേ ആ ടാക്സി അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഒരു ടാക്സിയാണ്. അദ്ദേഹത്തിന് ഉപദ്രവിച്ചിരിക്കുന്നു. ചീമുട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് ബിനിയിരിക്കുമ്പോൾ അതിനടുത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. അത് കയറി പിടിക്കുന്നില്ല. ജീവൻ രക്ഷാപ്രവർത്തനം ആ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്നില്ല. ഇങ്ങേര് കയറി അടിക്കുമ്പോൾ അതിലും കയറി പിടിക്കുന്നില്ല. അതുപോലെ ചെരുപ്പൊക്കെ ഇവർ ശരിക്കും തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണോ, ക്രിമിനലുകൾ, പഠിച്ച ക്രിമിനലുകളാണെന്നോ. ഇഷ്ടിക എറിഞ്ഞിരിക്കുന്നത് സൈഡിൽ കൂടെ എറിഞ്ഞിരിക്കുന്നത്, അത് ഉള്ളിലേക്ക് വീണ് കുത്തി കയറുന്ന പോലെ എറിഞ്ഞിട്ടില്ല, പൊട്ടുന്നതേ ഉള്ളൂ ചില്ലുകൾ. അതുപോലെ തന്നെ കൈകൊണ്ട് ഇടിക്കുമ്പോഴും അത് ഉള്ളിലേക്ക് പൊട്ടി വീഴുന്നില്ല. ഇതിനൊക്കെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ ബിനീഷ് കോടിയേരിയാണ് ഇവരെ തടയാനൊക്കെ ആയിട്ടുള്ള ഭാവത്തിൽ നിൽക്കുന്നത്. പക്ഷേ 8 പേര് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്, പോലീസിൻ്റെതാണ്. ഇവരൊക്കെയാണ് പ്രധാന ഗുണ്ടകൾ അവിടുത്തെ തിരുവനന്തപുരത്തെ CPMൻ്റെ. കുടുംബമൊക്കെ ഉള്ളവരാണത് പോട്ടെ. പക്ഷെ ഇവരെ നിയന്ത്രിക്കാനായിട്ട് നിന്നത് ആരാണ്? ബിനീഷ് കോടിയേരി, മറ്റ് കൗൺസിലർമാരായിരുന്ന ആൾക്കാർ, CPMൻ്റെ നേതാക്കൾ,
അപ്പോൾ ഇവർ പറഞ്ഞാൽ കേൾക്കുന്ന ഗുണ്ടകൾ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചതാണെന്ന് തെളിഞ്ഞില്ലേ? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് നമ്മളുടെ ഈ CPM പ്രവർത്തകരോടൊപ്പം തന്നെ ഇദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് കിട്ടിയ അവിടുന്ന് കിട്ടിയ ആജ്ഞ പ്രകാരമാണ് ഞാൻ പ്രവർത്തിച്ചത്. ആരാജ്ഞ കൊടുത്തു? ഇങ്ങനെ എഴുതിയിട്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. ആരാജ്ഞ കൊടുത്തു? അദ്ദേഹമാണ് ഇവിടെ നടന്ന ആ കലാപത്തിനുള്ള ആഹ്വാനം നടത്തിയത്. ആഹ്വാനം ചെയ്ത ആളെ പിടികൂടണം. അതുപോലെ ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാണ്ട് കൈയും കെട്ടി നമുക്ക് വിഷ്വലിൽ ശരിക്കും കാണാം. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ബിനുവിനടുത്ത് നിന്ന് പോലീസ് ഓഫീസർക്കെതിരെ കേസ് വരണ്ടേ? ജനങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ ആരുടെയൊക്കെ മേത്ത് ഇത് കൊണ്ടിട്ടുണ്ടാവും? ഈ കാറ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാറിന് പൊക്കോളാനായിട്ട് ഇവരാണ് കാണിക്കുന്നത്. അപ്പോൾ വഴി കാറ് പോകുമ്പോൾ അതിനുള്ള അവർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്? ഇവർ തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവൻ നിങ്ങൾ സുരക്ഷിതമായി നിർത്തൂ. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആരുമായിട്ടുള്ളൊരു ഡീലാണെന്ന് കൂടെ പലരും സംശയിക്കുന്നുണ്ട്. കാരണം എല്ലാ ലോക്കൽ കമ്മിറ്റി ചർച്ചകളിൽ പോലും മുൾമുനയിൽ നിർത്തുകയാണ് പിണറായിയും ഗോവിന്ദൻ മാഷയും. അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി വിടുവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നതെന്നും കൂടെ ഒരു ചിന്താസരണി ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നേതാവിനെതിരെയല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയല്ല, അദ്ദേഹം അനധികൃതമായി മകൾക്കെതിരെയാണ്. ഇദ്ദേഹത്തിനല്ലല്ലോ. പിന്നെ മകളൊരു പാർട്ടി പ്രവർത്തകയല്ല, മകൾക്ക് മെമ്പർഷിപ്പില്ല, മകളുടെ ഭർത്താവിനുണ്ട്. മകളുടെ ഭർത്താവിൻ്റെ വീട്ടിലും റെയ്ഡ് നടക്കും. അതവിടെ ഉണ്ടോയെന്നല്ല, ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവർക്ക് എന്താ ബുദ്ധിയില്ല? എന്തെങ്കിലും ഡോക്യുമെന്റ്സ്, എത്ര നാളായി കേസ് തുടങ്ങിയിട്ട് അവർ വീടുകളിൽ ഫോണൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരാളെ എഴുതിയിരിക്കുക, ഞങ്ങൾ എഴുതി ഒപ്പിടിപ്പിച്ചിട്ടേ പുറത്ത് വിട്ടുള്ളൂ, ED ഉദ്യോഗസ്ഥന്മാരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വേറൊരാളെ ഇവരൊക്കെ ട്രെയിൻഡ് ആൾക്കാരാണ്. ഈ കടലാസും കാര്യങ്ങളൊക്കെ ഷർട്ടിൻ്റെ ഇടയിലും എവിടേക്കാണ് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഇവർക്കറിയാം. നിങ്ങൾ എന്ത് വിഡ്ഢിത്തരാണ് പറയുന്നത്? അപ്പോൾ കേരളം കത്തിക്കാനൊന്നും ശ്രമിക്കേണ്ട. വീണക്കുഞ്ഞിന് കുറച്ച് കാശ് കിട്ടി, അതിനുള്ള കണക്ക് കൃത്യമായി സമർപ്പിച്ചാൽ മതിയെന്നേ. പ്രകടനം നടത്തിയതിന് ബിനീഷ് കോടിയേരിക്ക് മെമ്പർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബിനീഷ് കോടിയേരിയും ശ്രദ്ധിക്കുക, ഇതുകൊണ്ടൊന്നും സൂര്യൻ രാത്രി വെളുക്കാൻ പോകുന്നില്ല. താങ്കളും ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ താങ്കളുടെ എതിരെയും ധാരാളം കേസുണ്ട്, അത് പൂർണ്ണമായിട്ടൊന്നും പൂട്ടിക്കെട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷ്മദൃഷ്ടിയിൽ തന്നെയാണ്. അപ്പോൾ ഈ പാവം ബിനു പറയുന്നുണ്ട്, എനിക്ക് അവിടെ ജയിൽ പുത്തിരിയൊന്നുമല്ല എന്ന്. പക്ഷേ EDയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജയിൽ പുത്തിരി തന്നെയായിരിക്കും. അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ഹിന്ദി മേം ബാത് കർണ പടേക, ചാവൽ കഴിക്കേണ്ടി വരും, അരിയാഹാരം ഒന്നും കിട്ടില്ല. ഇവിടെയാണല്ലോ പറയുന്നത് ചപ്പാത്തി, അരിയാഹാരം കഴിക്കുന്ന മലയാളി ആവാൻ പറ്റില്ല കുറച്ച് നാളത്തേക്ക്. ചോറ് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ ചോറാണെന്ന് പറഞ്ഞാൽ കള്ളൻ ആണെന്ന് പറയണ പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതൊന്നും വേണ്ട. നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് സത്യസന്ധമായ ഒരു സമരത്തിലല്ല, ഒരാളെ തെറ്റ് ചെയ്ത ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരത്തിലാണ്. അതിന് ആരുടെയും പിന്തുണ, കേരള മനസ്സിൻ്റെ പിന്തുണ നിങ്ങളോടൊപ്പം ഇല്ല. അപഹാസിതരാകരുത്.